അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പോരിശാക്കപ്പെട്ട റജബ് 27 മിഅറാജിൻ്റെ പകലിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിപൂർണമായ ഖബൂലിയത്ത് നമ്മുടെ ഇന്നത്തെ നോമ്പും ഇന്നലത്തെ മുഴുവൻ ഇബാദത്തുകൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പുകാരായവരോടാണ് ആദ്യം നമുക്ക് സംസാരിക്കാനുള്ളത്. നോമ്പിൻ്റെ നിയ്യത്ത് പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കേണ്ട, ചേർക്കേണ്ട നിയ്യത്ത് പറഞ്ഞു. ആരെങ്കിലും ഏതെങ്കിലും നിയ്യത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സുന്നത്തായ നോമ്പിൻ്റെ നിയ്യത്തുകളാകുമ്പോൾ ളുഹറിന് മുമ്പായി വച്ചാൽ മതി എന്ന് നമ്മുടെ ഫുഖാഹകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും നിയ്യത്ത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ഫസ്റ്റ് വൺ, അള്ളാഹുവെ പരിശുദ്ധമായ റജബിൻ്റെ എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ്. അതിൽ ഒരു ദിവസം അതിൻ്റെ നോമ്പ്, ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് ഞാൻ കരുതിയിരിക്കുന്നു അല്ലാഹ്. ഒന്നാമത്തേത്. രണ്ടാമത്തെ നിയ്യത്ത്, മിഅറാജിൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ കരുതിയിരിക്കുന്നു പടച്ചോനെന്ന. മൂന്നാമത്തെ നിയ്യത്ത്, അല്ലാഹുവേ പടച്ചോനെ അയ്യാമുസ്സൂദ്, കറുത്ത മാവിൻ്റെ ദിവസങ്ങളിൽ, അത് എല്ലാ അറബി മാസവും 27 നോമ്പ് കയറി വരുന്നുണ്ട്, ആ നിയ്യത്ത് കൂടെ കരുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നോമ്പിൻ്റെ നിയ്യത്ത് അല്ലെങ്കിൽ ഒരുപാട് നോമ്പിൻ്റെ കൂലി ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടും. ഇവിടെ പ്രധാനപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്, ഇന്നലത്തെ രാവിൽ, മിഅറാജിൻ്റെ രാവിൽ ഉസ്താദെ വിലയേറിയ ദുആയിൽ ഞങ്ങളെ ചേർക്കണം, ഓർക്കണം എന്ന് പറഞ്ഞ് എമ്പാടും കമൻറ്റുകൾ കാണാൻ പറ്റി. അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോന്നി, റാഹത്ത് തോന്നി. ഒരുപാട് പേര് ദുആ ചെയ്തു ഈ പാവപ്പെട്ടവന് വേണ്ടി, പിന്നെ ഇതിൻ്റെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും ഖബൂലിയത്ത് നൽകട്ടെ. എല്ലാവരും ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദുആയിൽ ഓർക്കാൻ ചേർക്കാൻ പറഞ്ഞു, എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാം അള്ളാഹു വളരെ എളുപ്പത്തിൽ നടത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് സന്തോഷമാണ്, സന്തോഷങ്ങൾ കമൻറ്റിൽ പറയുന്നത് വലിയ സന്തോഷമാണ്, ലൈക്ക് ചെയ്യുന്ന സന്തോഷമാണ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് അതിലും വലിയ സന്തോഷമാണ്. ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്താൻ ഒരു കാരണമാകുക, അത് നമ്മൾ കാരണം കൊണ്ട് പരിശുദ്ധ റജബിൽ ആ ഒരു നന്മ മറ്റുള്ളവർക്ക് എത്തുക, അത് തന്നെ ഏറ്റവും വലിയ നന്മയാണ്. പരമാവധി ക്ലാസ് കേൾക്കണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക്, പരിശുദ്ധമായി മിഅറാജിൻ്റെ നോമ്പ് കബൂലാക്കപ്പെട്ടവരിൽ, സ്വീകരിക്കപ്പെട്ട ആളുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ്. നമ്മുടെ ഇന്നത്തെ നോമ്പ് കബൂലാണോ അതോ മർദൂദാണോ, അള്ളാഹു തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള 3 അടയാളങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. ഏതാ 3 അടയാളം? ഫസ്റ്റ് വൺ, ഒന്നാമത്തെ അടയാളം, അള്ളാഹു റജബിന്റെ മിഅറാജ് നോമ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം ഒന്നാമത്തേത് ഖാലിസായ നിയ്യത്താണ്. കറകളഞ്ഞ നിയ്യത്ത്, ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഭൗതികപരമായ ഒരു നേട്ടങ്ങളും ആ നിയ്യത്തിന്റെ കൂട്ടത്തിലില്ല. കൃത്യമായി നമ്മുടെ നിയ്യത്ത് ഒരു പോയിന്റിൽ മാത്രമാണ്, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി. അങ്ങനെയാണ് ഈ മിഅറാജ് നോമ്പിൽ നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ, ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ മതി. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ സ്വാമ യൗമൻ മിൻ റജബിൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്. ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു നോമ്പെടുത്താൽ, ഒറ്റ നോമ്പ്, അതാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താ അതിൻ്റെ ലക്ഷ്യം, എന്താണ് ഉദ്ദേശം, എന്താണ്? യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ്. റജബ് 27 എല്ലാവരും നോമ്പെടുക്കുന്നതാണ്, നമ്മളും എല്ലാ കൊല്ലം എടുക്കുന്നുണ്ട്, വീട്ടിലെല്ലാവർക്കും നോമ്പാണ്, അല്ലെങ്കിൽ നോമ്പിന് വലിയ പ്രാധാന്യമാണ്, അങ്ങനെ ഇവിടെ എടുത്തു. ആ ഒരു ഒടുക്കൻ മട്ട് പറ്റൂല. കറകളഞ്ഞ നിയ്യത്ത്, ഖാലിസായ നിയ്യത്ത്, ഇല്ലാലില്ല, നിനക്ക് വേണ്ടിയല്ലാതെ പഠിച്ചോനെ ഞാൻ നോമ്പെടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി നിയ്യത്ത് കൃത്യമായിട്ട് ഒരാൾ ഇന്ന് നോമ്പെടുത്താൽ നോമ്പ് കബൂലാകുമെന്ന് മാത്രമല്ല, ദഖലൽ ജന്ന, ഈ ഒറ്റ നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ, നമ്മുടെ നോമ്പ് അങ്ങനെ ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മിഅറാജ് നോമ്പ് കബൂലാകുന്നവരുടെ, കബൂലാക്കപ്പെടുന്നവരുടെ, കബൂലായിട്ട് സ്വീകരിക്കപ്പെടുന്നവരുടെ ഒന്നാമത്തെ അടയാളം ഖാലിസായ നിയ്യത്താണ്, കറകളഞ്ഞ നിയ്യത്ത്. ആ നിയ്യത്ത് മനസ്സിൽ വെക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മിഅറാജ് നോമ്പ് കബൂലായാൽ ഇനി അങ്ങോട്ടുള്ള നോമ്പ് തുറന്നതിന് ശേഷമുള്ള നമ്മുടെ ഫ്യൂച്ചർ ജീവിതത്തിന്റെ അടുത്ത ബാലൻസ് ഭാഗം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് ഒരു താല്പര്യം അള്ളാഹു ഇട്ടുതരുമെന്നാണ്.
നമ്മുടെ മാനസികമായൊരു മാറ്റം ഉണ്ടാകും. അള്ളാഹുവേ, ഇനി പഴയതുപോലെ ആയാൽ പറ്റില്ല, എനിക്ക് മാറ്റങ്ങൾ വേണം. പോരിശയാക്കപ്പെട്ട റജബ് മാസത വിട പറയാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഷാബാൻ കയറി വരികയാണ്, റമദാൻ ചാരത്ത് നിൽക്കുകയാണ്. ഒന്ന് ആക്റ്റീവ് ആകണം, പുണ്യങ്ങൾ ചെയ്യാൻ. ഇനി അങ്ങോട്ട് സുന്നത്ത് നോമ്പുകൾ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, അതേപോലെ തന്നെ ദിക്റ്, സ്വലാത്ത്, ദുആ, നിസ്കാരം ശ്രദ്ധിക്കുക. ഇതിലേക്കൊരു താല്പര്യം ഓട്ടോമാറ്റിക് വരുന്നുണ്ടോ, പരിശുദ്ധമായി മിഅ്റാജ് നോമ്പ് കബൂലായി, അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞ് നോമ്പ് തുറന്നിട്ട് പഴയതുപോലെ തന്നെ നമ്മൾ മടങ്ങാണ്. നിസ്കാരം ശ്രദ്ധയില്ല, ഖുർആനോത്തിൽ പ്രത്യേക ശ്രദ്ധയില്ല, പിന്നെ സുന്നത്ത് നോമ്പുകളോട് താല്പര്യം വീണ്ടും തോന്നുന്നില്ല. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അമല് മർദൂദായതിൻ്റെ അടയാളമാണ്. അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം, അള്ളാഹുവെ എൻ്റെ ഈ പരിശുദ്ധമായ മിഅ്റാജ് നോമ്പ് കബൂലാക്കണമെന്നുള്ള നിരന്തരമായ തേട്ടമാണ്. നോമ്പുകാരന് ദുആക്ക് ഇജാബത്താണ്. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദുആക്ക് വലിയ ഇജാബത്താണ്. നോമ്പ് തുറന്ന ഉടനെയുള്ള ദുആക്ക് ഭയങ്കര ഇജാബത്താണ്. ഈ സമയങ്ങളിലെല്ലാം ഇന്നത്തെ നോമ്പുകാർ നിർബന്ധമായും അല്ലാത്തവരും സജീവമായി നടത്തേണ്ട ദുആ എന്തെന്നറിയോ? അല്ലാഹുവേ ഖബൂലിയത്ത് നൽകണമെന്നുള്ള ദുആയാണ്. അത് ഖുർആൻ പ്രസന്റ് ചെയ്ത ദുആ തന്നെ ആയിക്കോട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സാധാരണ നമ്മൾ ചെയ്യുന്ന ദുആയാണല്ലോ. ഈ ദുആ നിർബന്ധമായും പ്രിയപ്പെട്ടവരെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്തുകൊണ്ട്? ഇന്ന് ഈ പരിശുദ്ധമായ ദുആ ചെയ്യുന്നവർക്ക് അള്ളാഹു ഖബൂലിയത്ത്, മിഅ്റാജിന്റെ നോമ്പിന് സ്വീകാര്യത അള്ളാഹു കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം കൂടെ കവർ ചെയ്തിട്ട് ആമായ ചോദ്യം വേണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആന, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വയാമന, ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണം എന്ന് മാത്രമാകരുത്. പിന്നെയോ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളിൽ നിന്ന് എല്ലാ കർമ്മവും, നോമ്പും അതിൻ്റെ നീയത്തും നോമ്പുകാരായി ഞങ്ങൾ ചെയ്യുന്ന അമലും ഈ റജബും അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ നിസ്കാരവും എല്ലാം A to Z സകല കർമ്മങ്ങളും എല്ലാ നന്മകളും കബൂലാക്കണമെന്ന വാക്കിന്റെ അർത്ഥം. ആ ഒറ്റ വാക്കുകൊണ്ട് എല്ലാ അമലും സ്വീകരിക്കപ്പെടും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ചെയ്ത ദുആയുടെ കഷണമാണ്. അള്ളാഹുവിന്റെ വഹയിന്റെ വാക്കാണ്. അപ്പൊ ഇത് ഇന്ന് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയം കിട്ടുന്നത് പോലെ ദ്വാരക്കണം. പ്രത്യേകിച്ച് ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള നേരം, നോമ്പ് തുറന്ന ഉടനെ ഭയങ്കര ഇജാബത്താ. ഇതൊരു വട്ടമെങ്കിലും ഈ ദുആ, ഏതാ ദുആ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നിർബന്ധമായിട്ടും ഈ ദുആ നമ്മൾ കൊണ്ടുവരണം. അൽഹംദുലില്ലാ, അത് ആത്മാർത്ഥമായി ചെയ്യാൻ തോന്നുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? നോമ്പ്, മിഅ്റാജ് നോമ്പ് കബൂലായി എന്നതിൻ്റെ അടയാളമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാത്ത, താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ പിടിക്കാൻ പറ്റിയില്ല, രോഗമായി പോയി, സാഹചര്യം പ്രതികൂലമായി പോയി, അങ്ങനെയുള്ളവർക്ക് ഈ പരിശുദ്ധമായ 60 മാസക്കാലം 5 കൊല്ലക്കാലത്തെ നോമ്പിന്റെ കൂലി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? എന്താ ചെയ്യേണ്ടത്? ഈ നോമ്പ് നമുക്ക് ഈ റജബിൽ തന്നെ ഈ ബാലൻസ് ദിവസങ്ങളിൽ പിടിച്ചുവിട്ടാൻ കഴിയുമെങ്കിൽ നമ്മൾ പിടിച്ചുവിട്ട, ഖളാവിട്ട. അള്ളാഹുവെ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ പിടിക്കാൻ പറ്റാതെ പോയ മിഅ്റാജ് നോമ്പ് ഞാൻ ഖളാവിട്ടാൻ ഉദ്ദേശിക്കുകയാണ്, പിടിച്ചുവിട്ടാൻ ഉദ്ദേശിക്കുകയാണ്. നീയത്ത് വെക്കാൻ ഒരു ദിവസം നോമ്പ് വരാവുക, അത് വേറെ നോമ്പിൻ്റെ കൂട്ടത്തിൽ ചേർത്തി കൊടുക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ കഴിയുന്നവരൊക്കെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തീരെ പിടിക്കാൻ പറ്റാത്ത, റമദാൻ നോമ്പ് തന്നെ പിടിക്കാറില്ല, കാരണം വയ്യ, രോഗിയാണ്, മരുന്ന് കഴിക്കുകയാണ്, അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഒരു നിയ്യത്ത്, അല്ലാഹുവേ എനിക്ക് പറ്റിയായിരുന്നെങ്കിൽ ഞാൻ പിടിക്കാൻ എനിക്ക് താല്പര്യമായിരുന്നു അല്ലാ. ഇത് സഹോദരിമാർക്കൊക്കെ ഖൽബിൽ ആഗ്രഹം ഉണ്ടാകണം. ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാത്ത, പീരീഡ്സിന്റെ സമയം വന്നിട്ടുണ്ടാകും, പക്ഷെ ആഗ്രഹങ്ങൾ മുറിയരുത്. നീയത്ത്, അന്നീയത്ത് ഖൈറും മിൻ അമലി, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഖൽബിലെ നീയത്തുണ്ടല്ലോ, ആ നീയത്ത് അമലിനെ മറികടക്കുമെന്നാണ്. കാരണം നീയത്തിന് ഭയങ്കരമായ പ്രതിഫലമല്ലേ. നീയത്ത് നോക്കിയിട്ട് അള്ളാഹു വലിയ കൂലി വാരിക്കോരി നൽകും. അതുകൊണ്ട് ആഗ്രഹമുണ്ടാകണം. ഇന്ന് പിടിക്കാൻ പറ്റാത്തവർക്കും, അള്ളാഹുവെ പിടിക്കാൻ പറ്റാത്ത എൻ്റെ അലസതയോ എൻ്റെ മടിയോ പഠിച്ചോനെ ഇപ്പോൾ ഒരു നോമ്പ് പിടിച്ചാൽ ഇനിയിപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഒഴിവാക്കണമല്ലോ, ചൂടൊക്കെയാണല്ലോ എന്ന് കരുതിയിട്ടല്ല, തീരെ നിർവാഹമില്ലാത്ത ഘട്ടം കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത്. പക്ഷെ എനിക്ക് കൂലി നീ കുറയ്ക്കരുതേ അല്ലാ എന്നുള്ള നെയ്യത്തുണ്ടെങ്കിൽ നോമ്പില്ലാത്തവർക്കും ആ കൂലി നേടാൻ പറ്റും. അതുകൊണ്ട് മസ്റ്റായിട്ടും ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ഇന്ന് ഓർക്കണം, ചേർക്കണം. 1, നല്ല കറകളഞ്ഞ നിയ്യത്ത്, ഖാലിസായ നിയ്യത്ത്.
അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നന്മകൾ ശ്രദ്ധിക്കുക. തിന്മയെന്ന് നമ്മൾ തൽക്കാലം മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ മാറി നിൽക്കുന്ന ഒരവസ്ഥ നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തേത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം എന്ന ദുആയും ചേർത്ത് കൊടുക്കുക. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, റജബിന്റെ ഇനി അവസാനത്തെ മണിക്കൂറിലേക്ക് നമ്മൾ ചേരുമ്പോൾ റജബ് മാസം കബൂലാകുന്ന, സ്വീകരിക്കപ്പെടുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, റജബിന്റെ അവസാന സന്ദർഭങ്ങളിൽ നമ്മൾ നിർബന്ധമായും ഓതിയിരിക്കേണ്ട പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, പ്രത്യേകമായ ദുആകൾ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിർബന്ധമായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. ഈ ചാനലിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ദ്വാരക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇന്ന് നോമ്പുകാരായ എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു കബൂലിയത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തൊരു വിജ്ഞാനത്തിന്റെ നുറുങ്ങുവെട്ടമായി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.